നമസ്കാരം. സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഈശ്വര ആരാധനയുടെ പ്രഥമ ഘട്ടമാണ് ക്ഷേത്രാരാധന. വ്യക്തിഭാവത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നവർക്കും ഈശ്വരനോട് ബന്ധം വളർത്താൻ ക്ഷേത്രവും പ്രതിഷ്ഠയും ഉപകരിക്കും. എന്നാൽ ക്രമേണ എല്ലായിടത്തും ആ ഈശ്വര ചൈതന്യം ദർശിക്കുവാൻ കഴിവ് വേണം. ശരിയായ ക്ഷേത്ര ആരാധനയിലൂടെ അത് സാധ്യമാകുന്നു. അതാണ് ക്ഷേത്ര ആരാധനയുടെ ലക്ഷ്യവും. അതേസമയം ക്ഷേത്രത്തിൽ ജനിക്കാം, ക്ഷേത്രത്തിൽ മരിക്കരുതെന്നാണ് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ പറയുന്നത്. ഈശ്വരാന്വേഷണത്തിൽ ക്ഷേത്രത്തെ ഉപാധിയാക്കാം, എന്നാൽ അവിടെ തന്നെ ബന്ധിച്ചു നിൽക്കാൻ പാടില്ല എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിൻ്റെ സാരം. എല്ലാ ബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് ഒരാളെ പൂർണ്ണ സ്വതന്ത്രനാക്കുന്നത്. വിഗ്രഹങ്ങളിൽ മാത്രമാണ് ഈശ്വരൻ എന്ന് കരുതരുത്. എല്ലാം ചൈതന്യമാണ്. ജഡവസ്തു എന്നൊന്നില്ല. സർവ്വതിനെയും ചൈതന്യമായി കണ്ട് സ്നേഹിക്കുന്ന, സേവിക്കുന്ന ഭാവമാണ് ക്ഷേത്ര ആരാധനയിലൂടെ കൈവരിക്കേണ്ടത്. സർവ്വതിനെയും സ്വീകരിക്കുന്ന മനോഭാവമാണ് അത്. സർവ്വതിലും ഈശ്വരനെ ദർശിക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ഒന്നിനെയും വെറുക്കാൻ സാധിക്കുകയില്ല. ഈ തലത്തിലേക്ക് സാധാരണക്കാരെ കൈപിടിച്ച് നയിക്കുന്നതാണ് ക്ഷേത്രവും അവിടുത്തെ ആചാരങ്ങളും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. രാമാങ്കുലീയമെൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോടെർത്തിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാനന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കത്തെ മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. അടുത്തതായി രാമായണ ദർശനം. ഹനുമാന്റെ വീരപരാക്രമങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ജാംബവാൻ. മാത്രവുമല്ല, ശ്രീരാമൻ അടയാളമോതിരം കൈമാറിയതും ഹനുമാനാണ്. ജാംബവ ഉപദേശത്താൽ തന്നിലെ ശക്തി ഉണർന്നതോടെ സമുദ്രം ചാടിക്കടക്കാൻ ഹനുമാൻ തയ്യാറാകുന്നു. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹനുമാൻ്റെ ബലവീര്യ പരാക്രമങ്ങളെയും സകല ദേവന്മാരിൽ നിന്നും ഹനുമാന് കൽപ്പാന്തകാലം കഴിഞ്ഞാലും മൃത്യു വരാ എന്നുള്ള അനുഗ്രഹം ലഭിച്ചതിനെയും എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമുദ്രതരണത്തിന് പ്രേരിപ്പിക്കുകയാണ് ജാമ്പവാൻ. നമ്മളിൽ നിഹിതമായ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു വ്യക്തി. ആ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നതോടുകൂടെ സ്വയം ശക്തി തിരിച്ചറിഞ്ഞ് മഹാകർത്തവ്യത്തിന് തയ്യാറാകുന്ന ഹനുമാൻ. ഈ ഹനുമാനെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. നമ്മുടെ ഋഷീശ്വരന്മാർ ജാമ്പവധർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ഉത്തിഷ്ഠത, ജാഗ്രത എന്നവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാനും അറിയാനും അറിയിക്കാനും അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ലോകത്തെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കാൻ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ആ ഉദ്ബോധനം കേട്ട് നമ്മുടെ മഹിമ മനസ്സിലാക്കി ദൗത്യ നിർവഹണമാണ് നമുക്കിനി വേണ്ടത്. അതിനുള്ള സമയമായിരിക്കുന്നു. അല്ലാതെ വെറുതെ രാമായണം വായിച്ച് മുന്നോട്ട് പോയിട്ട് പ്രയോജനമില്ല. ഈ ഹനുമദ്ധർമ്മം അഥവാ ഈ ജാമ്പവദ്ധർമ്മം അത് നമ്മൾ ഉൾക്കൊള്ളണം. ഏതായാലും ജാമ്പവാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ, അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ, ത്വദ്ബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ. ഹേ ഹനുമൻ, നീ ഒന്ന് ഓർമ്മിക്കൂ, നിൻ്റെ കയ്യിലല്ലേ സാക്ഷാൽ ശ്രീരാമൻ മോതിരം തന്നത്? അത് നിനക്ക് ഓർമ്മിച്ചുകൂടെ? നിൻ്റെ ബലവീര്യ വേഗങ്ങളെ വർണ്ണിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല ഹേ ഹനുമൻ. ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ പുത്രനായ ജാമ്പവാൻ ഓർമ്മിപ്പിച്ചപ്പോൾ വായുപുത്രനായ ഹനുമാൻ പെട്ടെന്ന് തന്നെ പ്രീതനാവുകയും ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങും വിധം സിംഹനാദം ചെയ്ത് ഗർജിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. എപ്രകാരമാണോ വാമനമൂർത്തി വരപ്രതിജ്ഞ നേടിയ ശേഷം സർവപ്രപഞ്ചാകാരത്തിലേക്ക് വികസിച്ചത്, ത്രിവിക്രമഭാവത്തെ പ്രാപിച്ചത്, അതേപോലെ വലിയ പർവ്വതതുല്യ ശരീരത്തോടു കൂടിയവനായി തീർന്നു ഹനുമാൻ. എന്നിട്ട് പറയുകയാണ്, ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ, കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിയിടുവാൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. ഗർജിച്ചുകൊണ്ട് ഹനുമാൻ പറയുകയാണ്, സമുദ്രത്തെ ലംഘനം ചെയ്ത് ഉടനെ തന്നെ ലങ്കാപുരിയെ ഭസ്മമാക്കി രാവണനെ കുലത്തോടുകൂടി നശിപ്പിച്ച് സീതാദേവിയെയും കൊണ്ട് ഞാൻ തിരിച്ചു വരാം. അല്ലാത്ത പക്ഷം രാവണനെ ബന്ധിച്ച് എൻ്റെ ഇടത്തെ കയ്യിൽ വെച്ച് ത്രികൂട പർവ്വതത്തോടുകൂടി ലങ്കയെ പുഴക്കിയെടുത്ത് വലത്തെ കയ്യിൽ വെച്ച് രാമൻ്റെ അരികെ ഞാൻ കാഴ്ചയായി സമർപ്പിക്കാം. കാരണം രാമൻ്റെ മോതിരം എൻ്റെ കയ്യിലാണല്ലോ ഉള്ളത്. താത്പര്യം, ഒന്നും മിണ്ടാതിരുന്ന ഹനുമാൻ ജാമ്പവാൻ്റെ ഉദ്ബോധനം കേട്ട് സ്വയം തിരിച്ചറിവ് നേടി.
ആ തിരിച്ചറിവിലിരുന്നു കൊണ്ടാണ് ഇത്രയ്ക്കേറെ പരാക്രമശാലിയാകുന്നത്. മാരുതി വാക്കു കേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും, ദേവിയെ കണ്ടു തിരികെ വരിക നീ, രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം, നിഗ്രഹിച്ചിടും ദശാസ്യന രാഘവൻ, വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക, കല്യാണം ഭവിക്കതേ. രാവണനെ കൊല്ലുന്നതും മറ്റും നമുക്ക് പിന്നീടാവാം, അത് നിൻ്റെ കർത്തവ്യമല്ല, അത് രാമൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ദേവിയെ കണ്ട് ഉടനെ മടങ്ങി വരൂ. സമുദ്രതരണം ചെയ്യുന്ന നിനക്ക് ഒരു വിഘ്നവും വരാതിരിക്കട്ടെ, നിനക്ക് നല്ലത് വരട്ടെ. മാരുതദേവനുമുണ്ടരികേ തവ, ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം, വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി, നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഹേ ഹനുമൻ, നിൻ്റെ കൂടെ സദാ വായുദേവൻ്റെ അനുഗ്രഹമുണ്ടല്ലോ. എന്നല്ല, നീ രാമകാര്യാർത്ഥമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് നിനക്കൊരു വിഘ്നവും വരില്ല എന്ന് ജാംബവാനും മുഴുവൻ കപികുലവും ആശീർവചനം ചെയ്തു. അനന്തരം ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ പോവുകയും സാക്ഷാൽ ഗരുഡനെ പോലെ ശോഭിച്ചുകൊണ്ട് ലങ്കയിലേക്ക് ചാടുവാൻ തയ്യാറാവുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് തത്ത തൻ്റെ ഭാഷണം നിർത്തി. അങ്ങനെയാണ് എഴുത്തച്ഛൻ ഈ കിഷ്കിന്ധാകാന്ഡം ഉപസംഹരിക്കുന്നത്. അധ്യാത്മരാമായണം മൂലത്തിൽ 9 സർഗങ്ങളിലായി 560 ശ്ലോകങ്ങളുണ്ട് ഈ കാണ്ഡത്തിൽ. വാൽമീകീയത്തിലാവട്ടെ 67 സർഗങ്ങളിലായി 2538 ശ്ലോകങ്ങളുണ്ട്. അതിൻ്റെ വളരെ ചെറിയ ഒരു സംഗ്രഹമാണ് ഈ കിളിപ്പാട്ടിലുള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സനാതനധർമ്മത്തിൽ. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദൂരമൈത്രേയ സംവാദം പോലെ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കുക. അതിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളും ഈ തരുണത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതിലൊരു ശ്ലോകമാണ് താൻ ശോച്യ ശോച്യാൻ അവിദഃ അനുശോചേ അരേഹേ കഥായാം വിമുഖാൻ അഖേന ക്ഷിണോതി ദേവോ അനിമിഷസ്തു യേഷാം ആയുർവ്രഥാവാദ ഗതിസ്മൃതീനാം എന്നുള്ള ശ്ലോകം വളരെ പ്രസക്തമാണ്. പറയുകയാണ് അഖേന പാവത്താൽ, അരേഹ കഥായം ഹരികഥയിൽ, പാവത്താൽ ഹരികഥയിൽ വിമുഖാൻ താല്പര്യമില്ലാത്തവർ, വിമുഖന്മാർ. അപ്പോൾ പാവം കൊണ്ടാണ് ഹരികഥ കേൾക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഇല്ലാതായി വരുന്നത്. ഇപ്പോൾ കേൾക്കുന്ന മാത്രയിൽ അത് ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ മനസ്സ് അത് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള ഒരു ഉൾപ്രേരണ ഏത് വ്യക്തിയിൽ വരുന്നോ അവൻ പാപരഹിതനാണ്. അപ്പോൾ ഹരികഥയിൽ ആർക്ക് ശ്രദ്ധ വരുന്നുണ്ടോ അവരെല്ലാം പാപരഹിതരും. ഹരികഥയിൽ ശ്രദ്ധയില്ലാത്തവർ, വിമുഖന്മാർ, താല്പര്യമില്ലാത്തവർ, അവരെല്ലാവരും അഖേന പാവത്താൽ ശോച്യാൻ അതീവ ശോചനീയന്മാരായിരിക്കുന്നു, അതീവ ശോച്യന്മാരായിരിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിദഃ താൻ, അറിവില്ലാത്ത ഇവരാരായിരിക്കും? ഹരികഥയിൽ താല്പര്യമില്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവരായിരിക്കും. അവരെ അനുശോചേ, അവരെക്കുറിച്ച് അനുശോചിക്കുന്നേൻ, അവരെക്കുറിച്ച് ഓർത്താണ് ദുഃഖം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഹരികഥയിൽ താല്പര്യമില്ലാത്ത പാപികളായിട്ടുള്ള ആളുകളെക്കുറിച്ചാണ് ദുഃഖം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ശ്രോതാക്കൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക.
ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പാപമുള്ളവരാണോ ഇല്ലാത്തവരാണോ എന്നുള്ള കാര്യം സ്വയം ചിന്തിക്കാൻ കഴിയും. കാര്യം ഭഗവാന്റെ നാമഗുണങ്ങൾ, അവതാര ലീലകൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ താല്പര്യം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപരഹിതരാണ്. വ്രഥാവാദഗതിസ്മൃതീനാം, വ്രഥ നിഷ്പ്രയോജനമായിട്ട് യാതൊരു പ്രയോജനമില്ലാത്തവരായിട്ട് വാദിക്കുക, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സ്മൃതി, ഗതി, വാദിക്കുക, പ്രവർത്തിക്കുക, സ്മരിക്കുക എന്നിവ ചെയ്യുന്നു. യാതൊരു പ്രയോജനമില്ലാതാണ് പലരുടെയും ജീവിതം. എവിടെയൊക്കെ നമ്മൾ കുറച്ച് ആളുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടുമ്പോൾ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. അവർ ചുറ്റുവട്ടവും കൂടിയിരുന്നുകൊണ്ട് ആവശ്യമില്ലാത്ത വാദഗതികളൊക്കെ പറയും. പക്ഷേ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആർക്കും താല്പര്യം ഇല്ലാതെ വരുന്നു. അത് മനുഷ്യനിലുള്ള ശുദ്ധി, ഭക്തി വർദ്ധിക്കാതിരിക്കുക, ഈ അവസ്ഥകൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നുള്ള. ഒരു ഭക്തനായിരിക്കുന്ന ഒരാൾ, അറിവുള്ള ഒരാൾ ആവശ്യമില്ലാത്ത പ്രയോജനമില്ലാത്ത വാദത്തിനോ പ്രവൃത്തിക്കോ സ്മരണത്തിനോ മുതിരുകയില്ല എന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു ഭക്തനാണ്, ഈ അറിവുകൾ സമ്പാദിച്ച ഒരാളാണെങ്കിൽ അനാവശ്യ വാദഗതിക്ക് പോകുകയില്ല എന്നർത്ഥം. യേശാം, ഏതൊരുത്തരുടെ ആയുഹു, ആയുസ്സിനെ അനിമിഷം ദേവഹ, കണ്ണടയ്ക്കാതിരിക്കുന്ന ദേവൻ ക്ഷിണോതി, നശിപ്പിക്കുന്നു. മനസ്സിലായോ? അതായത് പാവികളായ ആളുകൾ എത്ര തവണ കേട്ടാലും ഈ ഹരികഥയിൽ അവർക്ക് താല്പര്യം ഉണ്ടാകില്ല. വെറുതെ വന്നിരുന്ന് കേൾക്കാമെന്നല്ലാണ്ട് യാതൊരു പ്രയോജനവും അവർക്കില്ല. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ അവരുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. എങ്കിലും എന്തുകൊണ്ട്? മലിനമാക്കപ്പെട്ട മനസ്സിനകത്ത് മൂടപ്പെട്ടു പോയിരിക്കുന്നു ഈശ്വരീയത, ആത്മീയത. ഭഗവാനോടുള്ള ഭക്തി അവരുടെ ഉള്ളിൽ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോകുന്നുണ്ട്, തൊഴുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രണമിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മനസ്സ് മാത്രം ഭഗവാനിലില്ല. ഈ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ പാപപങ്കിലമായിരിക്കുന്ന മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലെ ഈ ശ്ലോകം. അപ്പോൾ എന്തു ചെയ്യുന്നു? അതുകൊണ്ട് ഭഗവാനെ അങ്ങ് അവിടുന്ന് എന്തു ചെയ്യണം? ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഈ പാവങ്ങളെല്ലാം അങ്ങ് ക്ഷയിപ്പിച്ചു കഴിഞ്ഞാൽ, പാവങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ അനാവശ്യവാദത്തിന് പോകില്ല, അനാവശ്യ കർമ്മം ചെയ്യാൻ പോകില്ല, അനാവശ്യ സ്മരണ ഉണ്ടാകില്ല. ഈ 3 കാര്യം ഓർമ്മിച്ച് വെച്ചോണം. അനാവശ്യമായി വാദത്തിന് മുതിരുകയാണ്. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ചിരിക്കുകയാണ് ഒരു വീട്ടിലെങ്കിൽ, മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്, ചിലപ്പോൾ അനാവശ്യവാദത്തിലേക്ക് പോകും. അപ്പോൾ ഈ അനാവശ്യവാദം കൊണ്ടെന്താണ്? 2 കൂട്ടരുടെയും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കലുഷിതമാകും. അതുകൊണ്ടെന്താണ്? ഒരാൾക്ക് BP കൂടും, ഒരാൾക്ക് പ്രഷർ, എല്ലാം കൂടി വരുമെന്നല്ലാണ്ട് അവിടെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകില്ല. കാറ്റുള്ള സമുദ്രത്തിൽ തിരമാല ശക്തമാകുന്നത് പോലെ അനാവശ്യ വാദഗതികളിലൂടെ മനസ്സ് സഞ്ചരിക്കുമ്പോഴാണ്, അല്ലയോ ഭക്തരെ, നമ്മുടെ മനസ്സ് എപ്പോഴും കലുഷിതമായിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹവും മനുഷ്യത്വമൊക്കെ അതിൽ കൊണ്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും. എല്ലാ പ്രേക്ഷകർക്കും അതിന് സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.